ഈ ഓണം യൂറോപ്പിൽ ആഘോഷിച്ചാലോ? ഓഗസ്റ്റ് 20, 23, 24 തീയതികളിലായി ഫ്രാൻസ്, UK, ബെൽജിയം, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ, ഇറ്റലി, വത്തിക്കാൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഒരു ഗംഭീര യൂറോപ്യൻ യാത്ര. യൂറോപ്പ് ഓണം പൊന്നോണം. നമ്മുടെ കൂടെയുള്ളത് ആർഷ ബൈജു ആണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ്. അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ, ഒരുപാട് സിനിമകൾ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ അടുത്ത് ഇപ്പോ സിനിമ ആയിട്ട് അപ്രോച്ച് നടക്കുക ഞാൻ കുറെ സമയം എടുത്തിട്ടാണ് ശരിക്കും അതിലൊരു ഡിസിഷൻ എടുക്കുന്നത്. ഒരു പടവേ ഉള്ളൂ അങ്ങനെ പെട്ടെന്ന് വന്നിട്ട്. കാര്യം അവര് ഉടനെ ഷൂട്ട് തുടങ്ങുമായിരുന്നു, അത് തുടരുമായിരുന്നു. ആർഷയെ കുറിച്ച് ഇങ്ങനെ ഒരു കഥ കേട്ടോ എന്ന് പറഞ്ഞ ആരെങ്കിലും പറഞ്ഞ ഏതെങ്കിലും ഒരു കഥയുണ്ടോ? അങ്ങനെ കഥയുണ്ട്, പക്ഷെ അത് പറയാൻ പറ്റും. എങ്കിൽ നമുക്ക് സ്വയം ഇഷ്ടപ്പെടുന്ന ഒരു ഗോസിപ്പ് ഏതാണ്? അതിപ്പോ ഞാന് ചില വലിയ ആക്ടേഴ്സിന്റെ പടത്തിൽ അഭിനയിക്കുന്നു, അങ്ങനെ ഒരു ഗോസിപ്പ് വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതേതെ ആക്ടർ ആയിരുന്നു? അങ്ങനെ ഒരു ഗോസിപ്പ് വരാലോ. നീ സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അല്ല, എനിക്ക് ഓർമ്മയില്ല. അങ്ങനെയല്ല, കുറച്ച് ഗോസിപ്സ് ഉണ്ട്, പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള എന്തെങ്കിലും വിവാദങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമ്മളെ കുറിച്ച് പറയുന്ന മോശമായ പരാമർശങ്ങൾ വേദനിപ്പിക്കാറുണ്ടോ? ഇല്ല, വേദനിപ്പിക്കും. എന്താടാ ഞാൻ തന്നെ ആലോചിക്കട്ടെ. അതായത് ആദ്യം നമുക്ക് വേദനിപ്പിക്കും, അതെല്ലാം നമുക്ക് ആദ്യം വേദനിക്കുമല്ലോ. പക്ഷെ പിന്നീട് 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും. എന്തൊക്കെ എഫേർട്ടുകളായിരുന്നു തമിഴ് പഠിക്കാൻ വേണ്ടി? എനിക്കൊരു ട്യൂട്ടർ ഉണ്ടായിരുന്നു, അതൊരു നല്ലൊരു സാറായിരുന്നു. പക്ഷെ ചെറിയൊരു കോമഡി ആയിപ്പോയി. ഈ സാർ അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലെ തമിഴ് സാർ, അവിടുത്തെ HOD ഡിപ്പാർട്ട്മെന്റ്. വീഡിയോ കോളിലാണ് ക്ലാസ്. അപ്പൊ ഫസ്റ്റ് ഡേ വന്നപ്പോ ഇങ്ങനെ റൂൾസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയാണ് സ്ട്രിക്റ്റ് ആണ്. കറക്റ്റ് 60 മിനിറ്റ് നമ്മൾ 60 മിനിറ്റ് യാത്ര ക്ലാസ് എടുക്കുകയുള്ളൂ. അപ്പൊ അതില് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങൾ ആൻസർ പറയുന്നു, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പുള്ളി ഭയങ്കര കത്തി. പുള്ളി പറയുന്ന പുള്ളിയുടെ പഴയ കഥകള്, ഇതുപോലെ എക്സ് ഗേൾഫ്രണ്ട്, ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. എന്നിട്ട് അവസാനം പുള്ളിയുടെ കയ്യിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, അതിൽ എന്നെ വെച്ചിട്ട് പടച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ഒരു പണിയുമില്ലാത്ത ഒരു ഫ്രീ ദിവസം എങ്ങനെയാണ്? രാവിലെ എണീക്കും. അതെ, അത് രാവിലെ 5 മണി. പിന്നെ യോഗ, അങ്ങനെയാണ് നല്ല ആൾക്കാരൊക്കെ ചെയ്യുന്നത്. ഈ തുടരും സിനിമയിൽ അഭിനയിച്ചപ്പോൾ വളരെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിച്ചു. ഇപ്പൊ പ്ലൂട്ടോയിലേക്ക് വന്നപ്പോഴത്തേക്കും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുറെ താരങ്ങളുടെ കൂടെയാണ്. പ്ലൂട്ടോ ഒരു ഫൺ പടമാണ്. അപ്പൊ അതിന്റെ ഒരു മൂഡ് വൈബൊക്കെ അങ്ങനെയാണ് സെറ്റിലും എല്ലാം. എടാ, കുറച്ചെങ്കിലും അക്കൗണ്ടബിലിറ്റി കാണിക്കണം. സ്വന്തം മിസ്റ്റേക്സ് ഓൺ ചെയ്യാനെങ്കിലും പഠിക്കാം. ഇൻവെസ്റ്റേഴ്സ് ലീഗൽ നോട്ടീസ് അയക്കുന്നല്ലേ പറയുന്നത്? എങ്ങനെ അടച്ചു നിർത്താനാ പ്ലാൻ? മാനത്തൊന്ന് പൊട്ടി വീഴുമായിരിക്കും അല്ലേ? ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മലയാളികൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഖം, ഇടയ്ക്ക് വളരെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഖം. നമ്മുടെ കൂടെയുള്ളത് ആർഷ ബൈജു ആണ്. വെൽക്കം ടു ദ ഷോ. കഴിഞ്ഞ 7 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ്. അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ, ഒരുപാട് സിനിമകൾ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ നമുക്ക് കുറെ ഇങ്ങനെ ഫ്രീ ടൈമുകൾ വരുമ്പോഴത്തേക്കും നമുക്ക് പേടി വരുമോ? ദൈവമേ, കുറെ ഫ്രീ ടൈം വരുന്നു, ആളുകൾ എന്നെ മറന്നു തുടങ്ങോ, ഡയറക്ടേഴ്സ് എന്നെ മറന്നു തുടങ്ങോ, എന്നെ വിളിക്കാതെ വന്നാൽ എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള പേടി വരാറുണ്ടോ? ഇല്ല, പേടിയൊന്നും വരാറില്ല. ഞാൻ ഒന്നാമത്തെ ഞാൻ പഠിക്കുകയായിരുന്നു, ഞാൻ കോളേജിലൊക്കെ ആയിരുന്നു ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ. പിന്നെ അങ്ങനെയല്ല, എനിക്ക് ഓഫേഴ്സ് ഒക്കെ വരാറുണ്ട്. അപ്പം എനിക്ക് എപ്പോഴും കുറച്ച് അധികം ഭയങ്കരമായി സെലക്റ്റീവ് ആണ്. അതുകൊണ്ടാണ് ശരിക്കും ഈ ഒരു കുറച്ച് പടങ്ങളല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്റെ അടുത്ത് ഇപ്പോ സിനിമ ആയിട്ട് അപ്രോച്ച് നടക്കുക ഞാൻ കുറെ സമയം എടുത്തിട്ടാണ് ശരിക്കും അതിലൊരു ഡിസിഷൻ എടുക്കുന്നത്. ഒരു പടവേ ഉള്ളൂ അങ്ങനെ പെട്ടെന്ന് വന്നിട്ട്. കാര്യം അവര് ഉടനെ ഷൂട്ട് തുടങ്ങുമായിരുന്നു, അത് തുടരുമായിരുന്നു. അതെ, അത് പിന്നെ കൂടുതൽ ആലോചിക്കണ്ടല്ലോ. അവിടെ ആ തുടരും സെറ്റിൽ നമുക്ക് തുടങ്ങാം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെല്ലാം വളരെ വെൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആൾക്കാരാണ് ചുറ്റും മുഴുവൻ. ശോഭന മാം തൊട്ട് ലാലേട്ടൻ തൊട്ട് തരുൺ മൂർത്തി തൊട്ട് എല്ലാവരും ഭയങ്കര ആൾക്കാര്. അതിനകത്തൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ എക്സൈറ്റ്മെന്റ് ആണോ, ടെൻഷൻ ആണോ, അതോ മറ്റെന്തെങ്കിലും വികാരമായിരുന്നോ കൂടുതൽ എന്നത്?
എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റണം, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, ആകെ കുറച്ച് സീൻസേ ഉള്ളൂ, അപ്പൊ അത് വൃത്തിയായിട്ട് ചെയ്യണം, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എക്സൈറ്റ്മെന്റ് ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ഇപ്പൊ ലാലേട്ടനെയും ശോഭന മാമിനെയും ഒക്കെ അവരോട് സംസാരിക്കണം, കാരണം അവരുടെ കൂടെ ചെയ്യുന്നു, അപ്പൊ അതിന്റെ ഒക്കെ ഒരു എക്സൈറ്റ്മെന്റ്. എനിക്ക് ആ കുറച്ച് സീൻസ് അല്ലേ, എത്ര വളരെ കുറച്ച് സീൻസേ ഉള്ളൂ, പക്ഷെ വളരെ എന്താ പറയാ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീൻസ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ലാലേട്ടനെ കാണുന്നു, ശോഭന, ഇവരുടെയൊക്കെ അഭിനയം കാണുന്നു, അതിനകത്തുനിന്ന് ആർഷ എടുത്ത എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? അവര് വളരെ റിലാക്സ്ഡ് ആണ് സെറ്റിൽ, അതാ എനിക്ക്. അവര് വളരെ അങ്ങനെ തന്നെ, അത് അവരിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണല്ലോ. അവിടെ ചെന്ന നമ്മളിങ്ങനെ അയ്യോ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? ടെൻഷനേക്കാളും മുകളിൽ എല്ലാത്തിലും എനിക്ക് എക്സൈറ്റ്മെന്റ് എപ്പോഴും. ആണോ? അതെനിക്കൊരു എല്ലാത്തിലും എനിക്ക് എക്സൈറ്റ്മെന്റ്. സിനിമ സെറ്റിൽ വന്നാല്, സിനിമ എടുക്കുമ്പോ എനിക്ക് ഭയങ്കര ടെൻഷനാ, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് അതിങ്ങനെയാവും, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ സിനിമ സെറ്റിൽ വന്നാൽ എനിക്ക് എക്സൈറ്റ്മെന്റ് ആണ് എന്റെ പരിപാടികൾ മൊത്തം. ഞാൻ പെട്ടെന്ന് ഒരു 5-6 ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ പറയോ? ആർഷ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് അഭിനയിച്ച സിനിമ ഏത്? ആർഷയ്ക്ക് അഭിനയിച്ചിട്ട് പക്ഷെ ഞാൻ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നിയ സിനിമ ഏത്? എല്ലാ സിനിമയുണ്ട്, നമുക്ക് അങ്ങനെ തോന്നുന്നു. എനിക്ക് ഇതിനകത്ത് കുറച്ച് വണ്ണം കുറവാണല്ലോ, അല്ലെങ്കിൽ വണ്ണം കൂടുതലാണല്ലോ, എന്റെ മുഖത്തിൽ ഉന്തിയിട്ടുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള സിനിമ ഏത്? അങ്ങനെ സിനിമ വൈസ് അങ്ങനെയൊന്നും തോന്നിയിരുന്നില്ല. പക്ഷെ മധുര മനോഹര മോഹത്തിൽ എനിക്ക് എന്നെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റെഫി ചേച്ചി തന്ന കോസ്റ്റ്യൂംസ് ഒക്കെ അനാർക്കലിയും അതിനകത്ത് എല്ലാം ഒരേ പാറ്റേൺ അനാർക്കലിയാ മിക്ക സീൻസും. അതിലെ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇനി ഏറ്റവും കൂടുതൽ അഭിനയിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു ആക്ടർ ഏതാണ്? കൂടെ അഭിനയിക്കണമെന്ന്? മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കണം. ഏറ്റവും കൂടെ അഭിനയിക്കണമെന്ന് തോന്നിയിട്ടുള്ള ഒരു നടി ആരാണ്? ഉർവശിന. എന്തുകൊണ്ടാണ്? തബുവിന്റെ കൂടെ അഭിനയിക്കണമെന്നുണ്ട്. അതെന്താ പെട്ടെന്ന് ഒരു തബു എന്നുള്ളൊരു പേര്? ഭയങ്കര ഇഷ്ടമാണ്, ചെറുപ്പം തൊട്ടേ തബു ആവണമെന്നാ, അങ്ങനെയായിരുന്നു എന്റെ ആഗ്രഹം. ആണോ? അതെന്താ ഏകദേശം അങ്ങനെ ഒരു ഹൈറ്റ് കൊണ്ടും മുഖം കൊണ്ടും ഒക്കെ ഏകദേശം ഉണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷം. അങ്ങനെയല്ല, അതുകൊണ്ടല്ല, എനിക്ക് ചെറുപ്പം തൊട്ടേ സ്കൂളിൽ പഠിക്കുമ്പം തബുവിന്റെ പെർഫോമൻസസ് ആയിരുന്നു എനിക്ക്, ഇങ്ങനത്തെ റോൾസ് ചെയ്യണം, ഇങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ പറ്റണം, ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണം. എന്നെ അവരുടെ പരിപാടികളാണ് ഭയങ്കരമായിട്ട് ഫാസിനേറ്റ് ചെയ്തിട്ടുണ്ട്. സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ ആരാകുമായിരുന്നു? ഡാൻസർ ആവുമായിരുന്നു. ഈ അടുത്ത കാലത്തെ വിവാദങ്ങളിൽ നിറഞ്ഞു എന്ന് സ്വയം തോന്നിയത് എപ്പോഴാണ്? ഇല്ല, വിവാദങ്ങളില്ലല്ലോ. ഉണ്ടോ? ഉണ്ടോ എനിക്കറിയില്ല, ഞാൻ ചോദിക്കുക. എങ്കിൽ ഞാൻ കേട്ട ഒരു കാര്യം പറയട്ടെ. ഒരു ഇന്റർവ്യൂവിന് വന്നിരുന്നപ്പോൾ ഇട്ടിരുന്ന ഡ്രസ്സ് ശരിയല്ല, ആ കുട്ടി എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള പല കമന്റുകൾ ഞാൻ ഒരു ഇന്റർവ്യൂവിന് കണ്ടിരുന്നു. അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനിയിപ്പോ അതൊന്നും പറയുന്നില്ല, ആൾക്കാരെടുത്ത് നോക്കി. അല്ല, അത് ശ്രദ്ധിച്ചിരുന്നു. അതല്ലേ, എന്നിട്ടാണ് ഡയലോഗ് അടിക്കുന്നത്. ഓർമ്മ വന്നില്ല, അതൊരു വിവാദമായിരുന്നു. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ 1-2 വാർത്തകൾ വായിച്ചപ്പോഴത്തേക്ക് ഇത് ഏതാ ഇന്റർവ്യൂ എന്ന് പറയാൻ ഞാനൊന്ന് എടുത്ത് നോക്കി. പാപ്പരാസികളുടെ ഒരു കാര്യം അങ്ങനെയാണോ? അല്ല, ഈ ഫേസ്ബുക്കല്ലേ, ആർക്കും എന്തും എഴുതിയിടാലോ. എനിക്ക് ഓ അതെ, അതെന്താടാ? ഫേസ്ബുക്ക് ഇല്ല. എന്താ നന്നായി, കൊറേ ഇങ്ങനത്തെ നെഗറ്റീവും കുത്തിത്തിരിപ്പുകളും കാണണ്ടല്ലോ. ഫേസ്ബുക്കേ ഇല്ല, നോക്കാറേ ഇല്ല. അങ്ങനെയുള്ള എന്തെങ്കിലും വിവാദങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമ്മളെ കുറിച്ച് പറയുന്ന മോശമായ പരാമർശങ്ങൾ വേദനിപ്പിക്കാറുണ്ടോ? ഇല്ല, വേദനിപ്പിക്കും. എന്താടാ ഞാൻ തന്നെ ആലോചിക്കട്ടെ. അതായത് ആദ്യം നമുക്ക് വേദനിപ്പിക്കും, അതെല്ലാം നമുക്ക് ആദ്യം വേദനിക്കുമല്ലോ, പക്ഷെ പിന്നെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇതിനകത്തൊരു കഥയും ഇല്ല. അതെല്ലാവർക്കും അങ്ങനെയല്ല. അത് ചിലപ്പോ ശരിയായിരിക്കും. എത്രയൊക്കെ വിഷമില്ല, പെട്ടെന്ന് നമുക്കൊരു സാധനം കാണുമ്പോ അയ്യോ കഷ്ടായി തോന്നും. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്കിൽ ആ കഥ അതിനെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് നോക്കിക്കണ്ടത്? അന്ന് അങ്ങനെ അതൊന്നുമില്ല, അത് ഒരാവശ്യമില്ലാത്ത കാര്യമാണ്, അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ്. നല്ലൊരു ഡ്രസ് ആയിരുന്നു അത് സത്യമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. കറക്റ്റാ. പക്ഷെ അപ്പൊ എന്തിനായിരിക്കും ഈ ആളുകൾ എന്തിനാണ് ആവശ്യമായിട്ട് ഇങ്ങനെ എഴുതുന്നത്? പിന്നെ ഏത് പബ്ലിസിറ്റി നല്ല പബ്ലിസിറ്റിയാണ്? ഞാൻ അങ്ങനെ കാണുന്ന ആളാണ്. അപ്പൊ ആ രീതിയിൽ അതിനെ എടുക്കാൻ ശ്രമിച്ചായിരുന്നു, അതോ എങ്ങനെയാണ് അതിനെ പോസിറ്റീവായി കാണാൻ ശ്രമിച്ചത്? അത് കുറച്ചു നാളായല്ലോ, അത് നമ്മൾ എന്താ ഇത് ശരിക്കും അതിനകത്ത് അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അതെ, ഒന്നുമില്ല, ആവശ്യമൊന്നുമില്ല. അപ്പൊ അതപ്പം നമ്മളിങ്ങനെ കണ്ടു, അത്രേ ഉള്ളു, അത് പോയി. അതിനെപ്പറ്റി പിന്നൊരു അത് ആവശ്യമുണ്ടോ ഇല്ലയോ, നമുക്ക് ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ എന്ത് ചെയ്താലും അതിൽ എന്തായാലും നമ്മളൊരു പബ്ലിക് ഫിഗർ ആണല്ലോ, ഒരുപാട് അഭിപ്രായങ്ങൾ പറയാം, മൈൻഡ് ചെയ്യണ്ട എന്നുള്ളതാണ്. ഏതെങ്കിലും ആർഷയെ കുറിച്ച് ഇങ്ങനെ ഒരു കഥ കേട്ടോ എന്ന് പറഞ്ഞ ആരെങ്കിലും പറഞ്ഞ ഏതെങ്കിലും ഒരു കഥയുണ്ടോ? അങ്ങനെ കഥയുണ്ട്, പക്ഷെ അത് പറയാൻ പറ്റും. എങ്കിൽ നമുക്ക് സ്വയം ഇഷ്ടപ്പെടുന്ന ഒരു ഗോസിപ്പ് ഏതാണ്? അതിപ്പോ ഞാന് ചില വലിയ ആക്ടേഴ്സിന്റെ പടത്തിൽ അഭിനയിക്കുന്നു, അങ്ങനെ ഒരു ഗോസിപ്പ് വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതേതെ ആക്ടർ ആയിരുന്നു? അല്ല,
അങ്ങനെ ഒരു ഗോസിപ്പ് വരാലോ. നീ പോയി ഒന്ന് സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അല്ല, എനിക്ക് ഓർമ്മയില്ല. അങ്ങനെയല്ല, കുറച്ച് ഗോസിപ്സ് ഉണ്ട്, പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളൊരു ആക്ടർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കുറച്ച് എറണാകുളത്തൊക്കെ വന്ന് നിൽക്കണം, അവിടെ സെറ്റിൽ ആയാൽ മാത്രമാണ് നമുക്ക് കൂടുതൽ സിനിമകൾ കിട്ടുള്ളൂ. പണ്ടത് ചെന്നൈ ആയിരുന്നു. ഇങ്ങനെ ഇപ്പൊ ഹർഷ ഞാൻ അറിയുന്ന കാലം തൊട്ടേ മാന്നാർ തന്നെയാണ്. അവിടെ നിന്ന് മാറാൻ എന്തെങ്കിലും ഉദ്ദേശങ്ങൾ തോന്നിയിട്ടുണ്ടോ, അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ? തോന്നിയിട്ടില്ല. ആക്ച്വലി മാറണം എന്നുണ്ട് ശരിക്കും. അതെന്തുകൊണ്ടാ? അല്ല, അങ്ങനെയല്ല, നമുക്ക് എപ്പോഴും ഈ വന്നു പോകുന്ന, പ്രത്യേകിച്ച് ഈ റോഡ് പണിയാണല്ലോ ആലപ്പുഴ, വന്നു പോകുന്നതിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇപ്പൊ കുറച്ചധികം സമയം എടുക്കും, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ കൊച്ചി ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് നാട്ടിലെ നമുക്ക് അതിന് പറ്റുന്നത് കൊണ്ട്, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പെട്ടെന്ന് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതുള്ളത് കൊണ്ട് അവിടെ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. മാറണമെന്നുണ്ട് ശരിക്കും. എനിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ നാട്ടിലെ വൈബ് അത് ശരിയാവണില്ലല്ലോ, ഞാൻ അതിനകത്ത് മാച്ച് ആവുന്നില്ലല്ലോ എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് മാന്നാർ പരുമല ഒരു പാലമുണ്ട്, മാന്നാറിലേക്ക് വരുന്ന. എനിക്ക് എപ്പോഴും ഈ നമ്മൾ തിരിച്ച് എല്ലാവർക്കും നാട്ടിൽ പോകുമ്പോൾ ഉണ്ടാവും ആ ഒരു ഫീല്. എനിക്കെപ്പോഴും എന്ത് കഴിഞ്ഞു എപ്പോഴെങ്കിലും കുറെ ആകുമ്പോ നമുക്ക് വീട്ടിൽ പോകണം, അവിടെ അമ്മയും അച്ഛനും ഒക്കെ അല്ല അമ്മയും അപ്പൂപ്പനൊക്കെ ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് ആ പരുമല പാലം കയറി ഇറങ്ങുമ്പോഴാണ് ഒരു ഞാൻ ഒരു വൈബാണ്. എനിക്ക് ശരിക്കും അത് എപ്പോഴും എനിക്ക് അത്രയും ഭയങ്കര സന്തോഷാണ് ആ ഒരു പാലം കയറി മാന്നാറിലേക്ക് ഇറങ്ങുമ്പോ. സാധാരണ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു സ്ഥലമാണ്, നല്ല ആൾക്കാരും. അച്ഛനും അമ്മയും വളരെ ഹാപ്പിയാണോ ഹർഷ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിക് ലൈഫ് സ്വീകരിച്ച് സിനിമയിലേക്ക് വന്നതില്? ഒക്കെ ചിലപ്പോ മാന്നാറ് അങ്ങനെ നമ്മുടെ പ്രത്യേകിച്ച് ഒരു ഗ്രാമം ആകുമ്പോഴത്തേക്കും ആൾക്കാർക്ക് സിനിമയെ കുറിച്ച് വലിയ ധാരണകളില്ല. നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ കേൾക്കുന്ന കഥകൾ വേറെ പലതുമാണ്. സിനിമ എന്നൊക്കെ പറഞ്ഞാൽ മറ്റൊരു ലോകമാണ്, അത് ഭീകര സംഭവമാണ്, ആനയാണ് കൂനയാണെന്നൊക്കെ ആയിരിക്കും കേട്ടിട്ടുണ്ടാവുക. അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പേടികൾ ഉള്ളതായിട്ട് അച്ഛനോ അമ്മയോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞാൻ പണ്ട് ഇപ്പൊ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഡാൻസും പരിപാടികളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അപ്പോഴും ഇപ്പോഴും അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് അവരുടെ സിനിമയിൽ കാണുന്നത്. അങ്ങനെയാണ് ആ നാട്ടിലെ ആൾക്കാരായിട്ടാണ് എനിക്ക്. ഞാൻ അതുപോലെ കേട്ടിട്ടുള്ള പല പെൺകുട്ടികളായിട്ടുള്ള ആക്ട്രസ്മാരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, എത്ര കാലം ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റുമോ ഒരു ഉറപ്പുമില്ല. ചിലപ്പോൾ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിലേക്ക് തിരിച്ചു വരാൻ പറ്റുമോ അറിയില്ല. ഇതൊരു ചിലപ്പോൾ നമ്മൾ പറയും ഇതൊരു പഴഞ്ചൻ ചിന്താഗതിയാണെന്ന് പറയും. പക്ഷെ ഇന്നത്തെ കാലത്തും പല ആക്ടേഴ്സിന്റെയും ഉള്ളിൽ കിടക്കുന്ന ടെൻഷൻ ഇതാണ്. അങ്ങനെ ഒരു ടെൻഷൻ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ആർഷിക്കുണ്ടായിട്ടുണ്ടോ? ഇല്ല ഇല്ല, അങ്ങനെയില്ല. എനിക്ക് നമ്മളെപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മള് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ നിൽക്കാന്നുള്ളതാണ്. ആ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അത്രയും കാലം നമുക്ക് നിൽക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആണ്. എപ്പോഴെങ്കിലും ഒക്കെ നമ്മള് നോ പറഞ്ഞിട്ടുള്ള സ്ക്രിപ്റ്റുകൾ വേണ്ട ചെയ്യായിരുന്നു, അങ്ങനെയായിരുന്നു നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രീനിൽ ഉണ്ടാവുമല്ലോ എന്നൊരു തോന്നൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയല്ല, എനിക്ക് ശരിക്കും ഇപ്പൊ ഈ ഹൗസ് മേറ്റ്സിന്റെ ഒക്കെ സമയത്ത് എനിക്ക് ചെയ്യാൻ നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല. നമുക്ക് എപ്പോഴും പിന്നെ എല്ലാവർക്കും വരുമ്പോ ഒരുമിച്ചായിരിക്കും. സത്യമായിട്ടും അതെനിക്ക് എല്ലാവരുടെയും കാര്യം അങ്ങനെ വരുമ്പോ നമുക്ക് എല്ലാം ഒരുമിച്ചാണ്. അതുവരെ നമ്മൾ വെറുതെ ഇരിക്കുകയായിരിക്കും. പക്ഷെ വരുമ്പോ നമുക്കൊരു 2-3 പ്രോജക്ട്സ് ഒക്കെ ഒരുമിച്ച് വരും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അത് ശരിയാ. അങ്ങനെ മിസ്സാവുന്നതിൽ ഓഫ് കോഴ്സ് വിഷമമുണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. നല്ല പ്രോജക്ട്സ് ഒക്കെ അങ്ങനെ ഒരു വിഷമമുണ്ട്. പക്ഷെ അല്ലാതെ എനിക്കും ഇപ്പൊ ഒരു നമ്മളതില് ചെയ്തിരുന്നെങ്കിൽ വർക്കൗട്ട് ആവത്തില്ലായിരുന്നു എന്നുള്ള പ്രോജക്ട്സ് ഒക്കെ ചെയ്യുന്നതിലും എനിക്ക് ചെയ്യാതിരിക്കുന്നതിലാണ് സന്തോഷം. അതെനിക്ക് ഭയങ്കര ഒരു അത് ഇറങ്ങി കഴിയുമ്പോ ഉണ്ടാവുന്ന പ്രശ്നത്തെക്കാളും വേണ്ട എന്ന് വെക്കുന്നതാണല്ലോ നല്ലത്. അതാണ് ഞാൻ എപ്പോഴും അതാണ് ആലോചിക്കുന്നത്. ഇത് ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള ടെൻഷൻ ഇങ്ങനെ ആലോചിക്കും. ഹൗസ് മേറ്റ്സിന് വേണ്ടിയിട്ടാണോ തമിഴ് പഠിച്ചത്, അതോ പണ്ടേ തമിഴ് അറിയുന്ന കുട്ടിയായിരുന്നോ? അല്ല, വേണ്ടി പഠിച്ചതാ. ആണോ? ആണ്. എന്തൊക്കെ എഫേർട്ടുകളായിരുന്നു തമിഴ് പഠിക്കാൻ വേണ്ടി? എനിക്കൊരു ട്യൂട്ടർ ഉണ്ടായിരുന്നു, അതൊരു നല്ലൊരു സാറായിരുന്നു. പക്ഷെ ചെറിയൊരു കോമഡി ആയിപ്പോയി. അല്ല എന്തെങ്കിലുമൊക്കെ അങ്ങനെ നമ്മളങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. ഒരു പാവ സാറായിരുന്നു. പേര് പറയുന്നില്ലല്ലോ നമ്മള്. ഇല്ല, തമിഴ് നല്ല പ്രഗത്ഭനായിട്ടുള്ളൊരു തമിഴ് വാദ്യര സാറായിരുന്നു. അപ്പം പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആകെ ഒരു 7 days ക്ലാസ് ആണ് പറഞ്ഞത്. അപ്പൊ 7 days ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് പരിപാടികൾ
നമുക്ക് ഓൾറെഡി തമിഴ് നമുക്ക് മനസ്സിലാവും, എളുപ്പമായിട്ട് പറയാനൊക്കെ പറ്റും. പക്ഷെ എന്നാലും പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡെഡിക്കേഷൻ പ്ലാൻ ഒക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ തപ്പി ഞാനിങ്ങനെ അന്വേഷിച്ച് തമിഴ് പടത്തിന്റെ ഡയറക്ടർ രാജവേലിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും എനിക്ക് വേണോ, എനിക്ക് തമിഴ്. അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞാണ് വേണ്ട, സെറ്റിൽ വന്നാൽ തന്നെ പഠിക്കും, 30 ദിവസമല്ലേ പഠിക്കും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പഠിച്ചിട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാർ അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലെ തമിഴ് സാർ, അവിടുത്തെ HOD ഡിപ്പാർട്ട്മെന്റ്, തമിഴ് HOD ആണ്. നല്ല നല്ല അറിവുള്ളൊരു ഭാഷ. അപ്പൊ സാറ് നമ്മള് വീഡിയോ കോളിലാണ് ക്ലാസ്. അപ്പൊ ഫസ്റ്റ് ഡേ വന്നപ്പോ ഇങ്ങനെ റൂൾസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു. അതായത് ഇങ്ങനെയാണ്, ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അങ്ങനെ ഇങ്ങനെയാണ്, നിങ്ങൾ ആക്ടറാണ് പക്ഷെ എനിക്കൊന്നും ഒരു കുഴപ്പമില്ല, സ്ട്രിക്റ്റ് ആണ്, ഞാനിങ്ങനെ സംസാരിപ്പിക്കും. 1 hour ആണ് കറക്റ്റ്. 60 minutes നമ്മൾ 60 minutes അല്ലേ യാത്ര ക്ലാസ് എടുക്കുകയുള്ളൂ. അപ്പോൾ അതില് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങൾ ആൻസർ പറയുന്നു, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ക്ലാസ് തുടങ്ങിയിട്ട് പിന്നെ ആ സാറാണ് ഫുള്ള് സംസാരിക്കുന്നത്. പുള്ളി അങ്ങോട്ട് തമിഴില് പുള്ളിയുടെ പഴയ കാര്യങ്ങളും പുള്ളിയുടെ പാസ്റ്റിന്റെ കാര്യങ്ങള് പുള്ളി. അപ്പൊ ഇതൊക്കെ പറയുമ്പോ മനസ്സിലാവോ? ഇതെല്ലാം തമിഴ് മനസ്സിലാവും, നമ്മൾ സിനിമയൊക്കെ കാണുന്നത് എല്ലാവർക്കും മനസ്സിലാവില്ലേ. പക്ഷെ പുള്ളി ഭയങ്കര കത്തി വെച്ചാൽ പുള്ളി അങ്ങ് സംസാരത്തോടെ സംസാരം. എന്നിട്ട് അവസാനം പുള്ളിയുടെ കയ്യിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, അതിൽ എന്നെ വെച്ചിട്ട് പടം പുള്ളി ഭയങ്കര സംസാരം. അപ്പം എനിക്ക് സംസാരിക്കണം എന്നുണ്ട്. പിന്നെ നമ്മള് സംസാരം കേട്ടിട്ട് എന്നാ പിന്നെ പുള്ളി സംസാരിക്കും. എന്നിട്ട് 1 മണിക്കൂർ ആകുമ്പോ ശരി എല്ലാം മനസ്സിലായില്ലേ, എന്നാ പിന്നെ എന്താണ് ഏതോ ഒരു ടോപ്പിക് തന്നിട്ട് അതിനെ പറ്റി സംസാരിക്കാം. അപ്പൊ ഞാനിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പറയും. പുള്ളി ശരി ബായിന്നുണ്ട്. 7 ദിവസം ഇത് തന്നെയായിരുന്നു. അതെ, അങ്ങനെ കേട്ട് പുള്ളി പറയുന്ന പുള്ളിയുടെ പഴയ കഥകള്, എന്താണ് ഇതുപോലെ എക്സ് ഗേൾ ഫ്രണ്ട് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. കൊറേ എനിക്ക് മനസ്സിലാണ്. ഞാനിങ്ങനെ ശരിയാ ശരിങ്ങ അങ്ങനെയായിരുന്നു. അത് പക്ഷെ ഒരു ഫ്ലോപ്പ് ആയി പോയി. അതെ, അപ്പൊ സത്യത്തിൽ തമിഴ് പഠിച്ചത് തന്നെയാണ്. അപ്പൊ അവരൊക്കെ എന്നെ എപ്പോഴും കളിയാക്കും. അവരെന്റെ അടുത്ത് പറഞ്ഞ അതിന്റെ ആവശ്യമില്ല. പിന്നെ അവസാനം ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഡേ പൂജയ്ക്ക് ചെന്നപ്പോ എല്ലാരും എന്നെ കളിയാക്കിയതോ തമിഴൊക്കെ പഠിച്ചിട്ട് വന്നേക്കോ പറയാന്ന് പറയും. പക്ഷെ ഞാനിങ്ങനെ ചെറുതായിട്ടൊക്കെ പറയുള്ളൂ. അപ്പൊ എപ്പോഴെങ്കിലും ആ സാറിനോട് പറയണമെന്ന് തോന്നില്ലേ, സാറേ കുറച്ച് പറയാനുള്ള ഒരു അവസരം എനിക്കും തരാം? അല്ല, പുള്ളി പാവം മനുഷ്യനാ. അപ്പൊ സാറിങ്ങനെ സാറിന്റെ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുക. പുള്ളിക്ക് ചിലപ്പോ ആരും കാണില്ല സംസാരിക്കാനൊക്കെ. പുള്ളിങ്ങനെ ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കും. ടാസ്ക് ഒക്കെ തരും. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയും, സാർ ഞാനിങ്ങനെ എനിക്കൊരു ടാസ്ക് തരും, ഹോംവർക്ക് തരുമോ അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ ഹോംവർക്ക് ഒക്കെ തരും. പിറ്റേ ദിവസം ചെന്നപ്പം ഞാനിങ്ങനെ പറഞ്ഞു, സാർ ചെന്നപ്പോ വീഡിയോ കോൾ എങ്ങനെ പറഞ്ഞു സാർ ഹോംവർക്ക് ഒക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ അതൊക്കെ അപ്പുറം എന്ന് പറഞ്ഞു. പുള്ളിയുടെ കഥ വീണ്ടും. ആക്ച്വലി ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു ഇവിടെ പോയിരുന്നു. കുറെ മനസ്സിലാവില്ല കേട്ടോ എനിക്ക്. അങ്ങനെയൊക്കെ എങ്ങനെയാ പോയി. ഭയങ്കര വിഷമായിരുന്നു ക്ലാസ് തീർന്നപ്പോഴേ. പക്ഷെ കുറെ കാലം മലയാളം സെറ്റിൽ ഉണ്ടായിട്ടേ, മലയാളികളുടെ ഇടയിൽ ഉണ്ടായിട്ട് പെട്ടെന്ന് തമിഴ് സെറ്റിലേക്ക് വന്നപ്പോൾ ആർഷ ശ്രദ്ധിച്ച ഒരു വ്യത്യാസം എന്താ അവിടെ? സെറ്റിൽ അങ്ങനെ വ്യത്യാസം, വർക്കൊക്കെ എല്ലാം സിമിലർ ആണ്. സിമിലർ ആണ്. പിന്നെ അവര് തമിഴല്ലേ സംസാരിക്കുന്ന. അതായിരുന്നല്ലേ വ്യത്യാസം? എന്റെ തെറ്റ്, എന്റെ വലിയ ഇവിടെ മലയാളല്ലേ സംസാരിക്കുക, അവിടെ തമിഴ സംസാരിക്കുക. അല്ല, ഒരു കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. കർത്താവേ, ഞാനിപ്പോ എന്താ ആലോചിക്കണമെന്നറിയോ? ഞാൻ ആ 3 വർഷം മുമ്പേ എടുത്ത ഇന്റർവ്യൂവിൽ നിന്ന് ഒരു മാറ്റവും ഇല്ലല്ലോ. ചെറിയ മാറ്റങ്ങളുണ്ടോ? തമിഴും മലയാളം അല്ലേ? തമിഴായല്ലോ ഇപ്പൊ, അതാണ് ഒരു മാറ്റം. അല്ല, ഞാൻ പറഞ്ഞത് ഉണ്ട്, കൊറേ ഡിഫറൻസ് ഉണ്ട്. അല്ല, ഉറപ്പായിട്ടുണ്ട്. നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയൊക്കെ ഉണ്ട്, ഡിഫറൻസുകൾ ഉണ്ട്. സാധാരണ ആളുകൾ പറയുന്ന സത്യസന്ധമായി നല്ല നമ്മൾ വളരെ എനിക്ക് ഇവിടെയും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞ അങ്ങനെ കമ്പയർ ചെയ്ത് ഇവിടെ കുറവ് കൂടുതലൊന്നും അല്ല. പക്ഷെ ഭയങ്കര രസമായിരുന്നു. ഹൗസ് മേറ്റ്സ് ഭയങ്കര രസമായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ സത്യസന്ധമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യസന്ധമായി മറുപടി പറയുകയാണെങ്കിൽ നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നത് തമിഴ് സെറ്റാണോ? ആക്ടേഴ്സിന് ആണ്. അങ്ങനെ അതെന്താ ആ ഒരു കൂടുതൽ സ്നേഹം എന്ന് പറയുന്നത് ഏത് ആസ്പെക്റ്റിലാ തോന്നിയത്? അല്ലാതെ അവരെ കുറിച്ച് ഹൈറാർക്കി ഉണ്ട് ഇവിടത്തെക്കാളും. അത് നല്ലതല്ല ആക്ച്വലി. മനസ്സിലായി, ആക്ടേഴ്സിന് നല്ലതാണ്. പക്ഷെ അല്ലാതെ എല്ലാവരെയും വെച്ച് നോക്കുമ്പോൾ, സെറ്റിലുള്ള മൊത്തം ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ അത് അത്ര നല്ലതല്ല. എല്ലാവരെയും പല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് ശരി, അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ആർഷയെ സംബന്ധിച്ച് ആർഷ വെബ് സീരീസിൽ അഭിനയിച്ചിട്ടുണ്ട്, അതുപോലെ ആഡ് ഫിലിംസിൽ അഭിനയിക്കുന്നു, തമിഴ് അഭിനയിക്കുന്നു, മലയാളം അഭിനയിക്കുന്നു. ഇതിനകത്ത് എന്ത് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത്?
ഇപ്പൊ ആൻസർ അഭിനയിക്കുന്നു എന്നുള്ളതിലാണ്. അതെങ്ങനെ മനസ്സിലായി? എനിക്ക് മനസ്സിലായി, ആലോചിച്ചിട്ടുണ്ട് ഇതിന് എന്ത് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഉത്തരം കൊടുക്കാം. ഡിപ്ലോമാറ്റിക്കാ? ആ ഞാനിങ്ങനെ എന്റെ മനസ്സ് വർക്ക് ചെയ്യുന്നത് അതെ, എന്നാലും സിനിമ 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 തന്നെയാണ്. ഉറപ്പായിട്ടും സിനിമ. അതിനകത്തൊരു പക്ഷെ സീരീസ് സിനിമയൊക്കെ ഒന്നല്ലേ? അല്ല, ആദ്യമായിട്ട് ഇപ്പൊ സിനിമ ഞാൻ പറഞ്ഞുതരാം. ആ. കാര്യം തിയേറ്ററിൽ കാണുന്നതാണ് സിനിമ. എന്റെ ഏറ്റവും വലിയൊരു ഞാൻ 18ാം പടി ചെയ്തുകൊണ്ടിരുന്ന സമയം 18ാം പടി ഷൂട്ട് ഒരു വർഷം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഫ്ലഡ് ഒക്കെ വന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ 18ാം പടിയില് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അത് എറണാകുളം വെച്ചായിരുന്നു. അതെ. അപ്പൊ അപ്പൊ ആ സമയത്തൊക്കെ എനിക്ക് തിയേറ്ററിൽ എന്നെ കാണുന്ന അതായിരുന്നു എന്റെ ഏറ്റവും, ഇപ്പോഴും അത് തന്നെ, വലിയ സ്ക്രീനിൽ നമ്മളെ കാണുക എന്നുള്ളൊരു. ഇപ്പോഴും നമ്മളെ ആ വലിയ സ്ക്രീൻ കാണുമ്പോഴത്തേക്കും ഗൂസ് ബംസ് ഉണ്ടാകുന്ന ആളാണോ? ഉറപ്പായിട്ടുമാണ്. കാരണം വർഷം 7 ആയി. ഭയങ്കര ഇമോഷണൽ ആവും, ഭയങ്കര കണ്ണൊക്കെ നിറഞ്ഞ. ആണോ? ആണ്. അങ്ങനെ നമ്മൾ അഭിനയിച്ച സിനിമകളില് തിയേറ്ററിൽ കണ്ടപ്പോഴത്തേക്കും ഏറ്റവും വിഷമം തോന്നിയ അല്ലെങ്കിൽ കണ്ണ് നിറഞ്ഞ ഒരു സിറ്റുവേഷൻ? 18ാം പടിയുടെ അത് തന്നെയായിരുന്നു. ആണല്ലേ? ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. ആണ്. ആദ്യമായിട്ട് നമ്മള് അത്രയും നമുക്കൊരു വെയിറ്റിംഗ് ഉണ്ട്. പക്ഷെ പിന്നെ നമ്മള് അത് ശരിയല്ല. പക്ഷെ എന്നാലും ഇപ്പോഴും ഉണ്ട്. പക്ഷെ 18ാം പടിയൊക്കെ ഇത്ര ഒരു വർഷത്തോടെ നീണ്ടു പോകുന്നു, റിലീസിന് വീണ്ടും ഒത്തിരി അനിശ്ചിതത്വങ്ങൾ വരുന്നു. ആ സമയത്തൊക്കെ ടെൻഷൻ വന്നു, ദൈവമേ ആദ്യത്തെ എന്റെ സിനിമ എന്താവും, എങ്ങനെയാവും? അങ്ങനെ അങ്ങനൊന്നുമില്ല. അത് അങ്ങനെ ഒരു ഡിലേ പോലെ അല്ല, അത് കുറെ സ്കെഡ്യൂൾസ് ഉണ്ടായിരുന്നല്ലോ, കുറെ ലൊക്കേഷൻസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഒരു വർഷം. പിന്നെ ഇടയ്ക്ക് ഫ്ലഡ് ഒക്കെ വന്നു, അങ്ങനെയായിരുന്നു. അങ്ങനെ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. അതിൽ അഭിനയിച്ച ആരോടെങ്കിലും ഇപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് ഇൻ ടച്ചിലുള്ളവരുണ്ടോ? ഉണ്ട്. അതിൽ ആക്ച്വലി എല്ലാവരുമായിട്ടും സംസാരിക്കാറൊക്കെ ഉണ്ട്. നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് ഒക്കെ ഇല്ല, അപ്പൊ എല്ലാവരുമായിട്ടും നമ്മൾ സ്റ്റോറിക്ക് റിപ്ലൈ ചെയ്തും അപ്പൊ നമ്മൾ സംസാരിക്കും. അങ്ങനെയുണ്ട്. അക്ഷയായിട്ടും എല്ലാവരുമായിട്ടും സംസാരിക്കാറുണ്ടല്ലേ? ഞാനിപ്പോ അത് പെട്ടെന്ന് ആലോചിച്ച് പോയെന്നറിയോ, അതിനകത്തൊരു എയർ ഹോസ്റ്റസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ജോലിയൊക്കെ റിസൈൻ ചെയ്ത് വന്നേ പുള്ളിക്കാരിയൊക്കെ ഇപ്പൊ എവിടെ പോയി? ഞങ്ങൾ മറ്റേ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും മറ്റേ വീട്ടുവിശേഷങ്ങളൊക്കെ ചോദിക്കട്ടെ. പഴയ ചെന്നൈയാണ്. ഹരിണി ആക്ടറാണ് അല്ലെ? അല്ല, ഞാൻ ആലോചിക്കായിരുന്നു നമ്മുടെ ഒരു വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ഒക്കെ വേണ്ട എന്ന് വെച്ചിട്ട് ഒരു ഇതിലേക്ക് ഇറങ്ങി വരുന്ന ആളല്ലേ. അപ്പൊ ഭയങ്കര കൺഫ്യൂഷൻസ് ആണ്. അതെ, സത്യം. ഈ നമ്മളുടെ അഭിനയം നമ്മൾ തന്നെ സ്ക്രീനിൽ കാണുമ്പോ ആർഷയ്ക്ക് എന്താ തോന്നാറുള്ളത്? അതായത് ഇപ്പൊ തുടരും എടുത്തു കഴിഞ്ഞാൽ തുടരിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ആളാണ്. അപ്പൊ എന്നെ നമ്മൾക്ക് സ്ക്രീനിൽ കാണുമ്പോ കരച്ചിൽ വരേണ്ട സീനാണ്, പക്ഷെ കരച്ചിൽ വരാറുണ്ടോ? അതാണ് എന്റെ സംശയം. എനിക്കത് ആദ്യമൊക്കെ കാണുമ്പോ നമ്മളിങ്ങനെ ചെയ്ത് ശരിയാണോ അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുമായിരിക്കും. എന്താ ചോദിച്ചാൽ കരച്ചിൽ വരാറുണ്ടോ? അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ സ്ക്രീനിൽ കാണുമ്പോ എന്താ തോന്നാറുള്ളത്? ഞാൻ കരഞ്ഞൊന്നുമല്ല, പൊതുവെ അല്ലല്ല, പൊതുവെ ഞാൻ ആർഷയുടെ കാര്യം ചോദിച്ചത്. പൊതുവിൽ അറിയണ്ട അല്ലെ? വേണ്ട, ഞങ്ങൾക്ക് അറിയാം പൊതുവിലെ ഉത്തരങ്ങൾ. പൊതുജനങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ആൻസർ പറയുന്നത്? അയ്യോടാ, നമുക്കൊരു മറ്റേ പബ്ലിക് ഒപ്പീനിയൻ നടത്താൻ. ആർഷയുടെ സ്വന്തം അഭിപ്രായം എന്താണ്? ആർഷയെ അങ്ങനെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീനിൽ കാണുമ്പോ ആ ഇമോഷനാണോ വരാറുള്ളത്, അതോ ഞാനാണല്ലോ എന്നുള്ളൊരു തോന്നലാണോ വരാറുള്ളത്? ശരിയായില്ലല്ലോ, അവിടെ ഇവിടെയൊക്കെ ശരിയാക്കായിരുന്നല്ലോ എന്നുള്ള തോന്നലാണ്. ഇങ്ങനെ കറക്ഷൻസ് ഒക്കെ നോക്കും അങ്ങനെ. പിന്നെ ഇഷ്ടം കാണും, വിഷമം വരുന്നാണെങ്കിൽ വിഷമം വരും. ആണോ? തുടർച്ചയായിട്ട് വീണ്ടും ഇട്ട് കാണാൻ ഇഷ്ടപ്പെടുന്ന ആർഷയുടെ സിനിമ ഏതാണ്? അങ്ങനെയില്ല. അങ്ങനെ ശരിക്കും പിന്നെ അങ്ങനെ ഒത്തിരി തിയേറ്ററിലൊക്കെ കാണുന്ന ആദ്യം കുറച്ച് കാണും ഞാൻ, ഒരു 3-4 വട്ടൊക്കെ കാണും. പിന്നെ എനിക്ക് അങ്ങനെ കാണാൻ അങ്ങനെ പിന്നെയും കാണാൻ തോന്നും. കുറച്ചുനാൾ കഴിയുമ്പോ നമുക്ക് ആ ഒരു ഇച്ചിരി ചമ്മലൊക്കെ വരുമല്ലോ, എന്താ ചെയ്ത് അങ്ങനെയൊക്കെ തോന്നും. അതെപ്പോഴും അങ്ങനെയാണല്ലോ, അങ്ങനത്തെ ഒരു സാധനം വരാറുണ്ട്. അതുകൊണ്ട് പിന്നെ ഇട്ട് കാണാറോ അങ്ങനൊന്നും ഇല്ല. ആദ്യം ഇപ്പൊ തിയേറ്ററിൽ ഇറങ്ങുന്ന പടമാണെങ്കിൽ അപ്പൊ പോയി കുറെ കാണും, അത് എൻജോയ് ചെയ്യും. പിന്നെ ഇപ്പോഴൊന്നും പിന്നെ എടുത്ത് കാണാം അങ്ങനൊന്നും ചെയ്യാറില്ല അല്ലെ? അപ്പൊ പഴയ സിനിമകൾ ഇപ്പൊ 18ാം പടി ഒന്നുകൂടെ എടുത്ത് കണ്ടു നോക്കിയാലോ എന്ന് എപ്പോഴെങ്കിലും ഒഴിവ് വേളകളിൽ തോന്നിയിട്ടില്ലേ? പിന്നെ ശരിക്കും അത് മറന്നുപോയി ഞാൻ. അങ്ങനെ ഇപ്പൊ പറയുമ്പോ അങ്ങനെയൊക്കെ ചെയ്യാറുന്നല്ലേ, ചില സമയത്ത് ഫ്രീ ആയിട്ടിരുന്ന സമയത്ത് അങ്ങനെ ചെയ്യാറുന്നല്ലേ. ശരിക്കും മറന്നുപോയി. ചില സമയത്ത് ഞാൻ ആലോചിക്കും എന്തെങ്കിലും ചെയ്യാനുണ്ടോ, ഒന്നും മനസ്സിൽ വരില്ല. അതല്ലേ, ഇപ്പൊ മനസ്സിലായി. എനിക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ചേച്ചിക്കോ? ഇല്ലല്ലേ. അപ്പൊ ഒരു പണിയുമില്ലാത്ത ഒരു ഫ്രീ ദിവസം എങ്ങനെയാണ് ആർഷയുടെ ജീവിതത്തിലുള്ളത്? രാവിലെ എണീക്കും. അതെ, അത് രാവിലെ 5 മണി. പിന്നെ യോഗ, അങ്ങനെയാണ് നല്ല ആൾക്കാരൊക്കെ ചെയ്യുന്നത്. അതെ, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് എണീക്കും. അതെ, ഒരു 11:30 അല്ലേ?
വേണമെങ്കിൽ അങ്ങനെ ആ. എവിടെയും പോകാനില്ലെങ്കിൽ അങ്ങനെ അതെ എണീക്കാലോ. അതെ സത്യമായിട്ടും ആക്ച്വലി സ്ലീപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക്. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് ഞാൻ എന്നല്ല, ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവർക്കും കണ്ടിട്ടുണ്ട്. സ്ലീപ്പ് വളരെ ഇമ്പോർട്ടന്റ് പക്ഷെ ആണ്. പെണ്ണുങ്ങൾ കുറച്ച് അധികം ചിന്തിക്കുന്നത് കൊണ്ട് അങ്ങനെ വേണം ഇൻസ്റ്റാഗ്രാമിൽ കണ്ട. അതല്ലേ അപ്പോ റീൽ യൂണിവേഴ്സിറ്റി എന്നാണോ? അതറിയില്ല, അതുണ്ട് കേട്ടോ. ഭയങ്കര റീൽ, എന്താ പറഞ്ഞ റീൽ, സോറി റീലോളി അതാണോ? അത് കറക്റ്റ് നല്ല വേർഡ് ആണെങ്കിൽ അതാണ് ഞാൻ. അല്ല ഞാൻ അവനെ അല്ല, ഞാൻ ക്യാമറയോടെ വെച്ചത്. ഇത് നിന്റെ ക്യാമറ. ഓക്കെ ഓക്കെ. അത് പ്രശ്നമാണോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ. ആണോ? ശ്രദ്ധിക്കാം. അങ്ങനെ തോന്നുന്നു. അപ്പൊ ഒരു റീൽസ് റീൽ യൂണിവേഴ്സിറ്റി പറയുന്നത് പെൺകുട്ടികൾക്ക് കൂടുതൽ ഉറക്കം വേണമെന്നാണ് അല്ലേ? അതെ, ഒരുപാട് ആലോചിക്കുന്നു, ഒരുപാട് കാര്യങ്ങള് മൈൻഡിൽ മാനേജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അപ്പൊ എത്ര മണിക്ക് എഴുന്നേക്കും? പിന്നെ ബ്രഞ്ച് കഴിക്കും, ചായ കുടിക്കും, ജിഞ്ചർ ടീ ആണ് മെയിൻ. ഷുഗർ ഇല്ലാതെ ജിഞ്ചർ ടീ. പിന്നെ ബ്രഞ്ച് കഴിക്കും, ലഞ്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ജിമ്മിൽ പോവും, സിനിമയൊക്കെ കാണും. പിന്നെ ഇപ്പൊ ഡാൻസ് ക്ലാസ് ഉണ്ട്, അതിന് പോവും. പിന്നെ പല പല ക്ലാസ്സുകളിൽ ഇങ്ങനെ വ്യാപൃതയാണ്. ആണല്ലേ? നല്ല കാര്യം. കാരണം എന്താ വെച്ചാൽ എനിക്കും ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു കാലം. പക്ഷെ ഇപ്പൊ അതൊക്കെ വെറും മറ്റേ എല്ലാ ഓർമ്മകൾ മാത്രമായി ആ അവസ്ഥയാണ് എന്റേത്. ഇപ്പൊ രാവിലെ 2 മണിക്ക് എഴുന്നേക്കും, 4 മണിക്ക് എഴുന്നേക്കും, 6 മണിക്ക് എഴുന്നേക്കും, പിന്നെ ഞങ്ങൾ 10 മണിക്ക് എഴുന്നേക്കും. അങ്ങനെയൊക്കെ ശ്രമിക്കും. കുഞ്ഞിന് സുഖല്ലേ? വീട്ടിലെ എല്ലായിടത്തും രാഗാന്ന് തന്നെയാ വിളിക്കുന്നത്. അങ്ങനെ ഇനി അത് പറയുമ്പോ ആർഷയ്ക്ക് ആർഷ എന്നുള്ള പേര് ഭയങ്കര ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടം ആണ്. എന്തുകൊണ്ടാ അങ്ങനെ ഒരു പേരിടാൻ ഉണ്ടായ ഒരു സാഹചര്യം വീട്ടിലെപ്പോഴും ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ അറിയില്ല. ചേട്ടന്റെ പേര് അരബിന്ദ് എന്നാ. ആർഷഭാരത സംസ്കാരം ഒക്കെ ഉള്ളതുകൊണ്ടാണോ എന്ന് അങ്ങനെ കേട്ടിട്ടില്ലേ? സംസ്കാരം ഗാന്ധിജിയല്ലേ പറഞ്ഞതാണെന്ന് തോന്നുന്നു. അതെനിക്ക് അറിഞ്ഞൂടാ, ജനറൽ നോളജ് അറിഞ്ഞൂടാ. അല്ല എന്താണ് പോലെ അല്ല ചേട്ടന്റെ പേര് അരബിന്ദ്. അരബിന്ദ്. അപ്പൊ അത് വെച്ചിട്ട് വരെ AR വെച്ചിട്ട് തുടങ്ങിയായിരിക്കും. ആണ്. അങ്ങനെ ഇതുവരെ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്താ ഇങ്ങനെ ഒരു പേരെന്ന് അച്ഛനോടോ അമ്മയോടോ? അല്ല, അതെന്തോ അവര് കിട്ടിയ പേര് തപ്പത്തില്ല നമ്മള് കുഞ്ഞു വരുമ്പോ, അങ്ങനെ തപ്പിയപ്പോ കിട്ടിയതാ. ആണ്. നിങ്ങൾ രണ്ടുപേരും, ചേട്ടനാണെങ്കിലും അനിയത്തിയാണെങ്കിലും രണ്ടുപേരും ഒരു ആർട്ടിസ്റ്റിക് ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾ രണ്ടുപേരും എന്താ ഒരേപോലെ പ്രൊഫഷൻ ചൂസ് ചെയ്തതെന്ന് എപ്പോഴെങ്കിലും വീട്ടിൽ ഇങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ടോ? അല്ല, നമ്മള് രണ്ടുപേരും എഡ്യൂക്കേറ്റഡ് ആണ്. നമ്മൾ PG വരെ പഠിച്ച ആൾക്കാരാണ്. പക്ഷെ എന്നാലും ഉണ്ട് അങ്ങനെ വിഷമോ പ്രശ്നമോ ഒന്നും അല്ല. ഏത് ഫീൽഡാണെങ്കിലും നന്നായിട്ട് നിക്കാന്നുള്ളതാണ് അവർക്ക്. പിന്നെ നമ്മളെപ്പോഴും ഞാനും ചേട്ടനും ഇങ്ങനത്തെ കാര്യങ്ങൾ, സിനിമയുടെ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിക്കാറുള്ളൂ. വേറെ ഡിസ്കഷൻസ് ഒന്നുമില്ല. വൈഫ് ഉണ്ട്, ചേച്ചി ഇപ്പൊ എനിക്കൊന്ന് നമ്മുടെ വീട്ടിൽ നിന്നിപ്പോ ചേച്ചി ആ ലെവലിലേക്ക് അങ്ങനെയാണ്. നമ്മൾ മൂന്നുപേരും ഇപ്പം സിനിമ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീട്ടിൽ പൊതുവെ ഇപ്പൊ വേറൊന്നും ഡിസ്കസ് ചെയ്യാറൊന്നുമില്ല. എനിക്ക് ഞാനൊരു ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടോപ്പിക് വരട്ടെ. എനിക്ക് ഈ ചോദ്യത്തോടു കൂടി എന്റെ തലയിൽ ആരെങ്കിലും വല്ല ഇടി തരുമോ എന്നുള്ള പേടിയാണ്. അതായത് 10-26 വയസ്സാകാറായില്ലേ, കുട്ടിക്ക് കല്യാണം കഴിക്കണ്ടേ എന്നുള്ള ഒരു ചോദ്യം എവിടെന്നെങ്കിലും കേട്ടു തുടങ്ങി. ഇത് ഞാൻ ചോദിച്ചല്ല കേട്ടോ, ഇതൊരു ആള് കത്തെഴുതി വ്യൂവർ പ്രേക്ഷകൻ ഏതോ ഒരു പ്രേക്ഷകൻ ചോദിച്ചതാ കേട്ടോ. ആ ചോദ്യം എവിടെന്നെങ്കിലും കേട്ടിട്ടുണ്ടോ? വീട്ടിലില്ല. പിന്നെ പുറത്തുനിന്ന് എന്റെ അടുത്ത് ചോദിക്കാം, ചിലപ്പോ അമ്മയുടെ അടുത്തൊക്കെ ചോദിക്കായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതിപ്പോ അങ്ങനെ ആരെങ്കിലും ചോദിക്കുവോ അറിയില്ല. ഞാൻ ചോദിക്കാ ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഇല്ല. അങ്ങനൊന്നും. എങ്ങനെ എനിക്ക് കല്യാണം കഴിക്കാനുള്ള ഒരു സമയം ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ടോ? ഫിക്സ് ഇല്ല, അങ്ങനെയില്ല. ഇല്ല. എന്നാലും ഏകദേശം ഏത് പ്രായമാകുമ്പോൾ കല്യാണം കഴിക്കണം എന്നാണ് ആഗ്രഹം. വെറുതെ ഇരിക്കട്ടെ. തിരിച്ചു വെച്ചല്ലേ? ഇല്ല, കുറച്ച് കഴിഞ്ഞേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇഷാനിയോട് സംസാരിച്ചപ്പോ എനിക്ക് 30 വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം മതിയെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആർഷയ്ക്ക് അങ്ങനെ ഒരു തീരുമാനമുണ്ടോ? അല്ല, അങ്ങനത്തെ പല തീരുമാനങ്ങളും നമുക്കുണ്ട്. പക്ഷെ നമ്മൾക്ക് ഒരു പാർട്ട്ണർ വരുമ്പം അവരുടെയും കൂടെ തീരുമാനം നമ്മൾ നോക്കണല്ലോ. പാർട്ട്ണർ പെട്ടെന്ന് വന്നാ അവർക്ക് പെട്ടെന്ന് കല്യാണം കഴിയണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് കല്യാണം. പാർട്ട്ണർ വരാൻ ഇരിക്കുന്നതാണോ അതോ വന്നിട്ടുണ്ടോ? വരുന്നതേ ഉള്ളൂ. ആണല്ലേ? വന്നോണ്ടിരിക്കുകയാണോ? അപ്പൊ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് പറയാൻ ജീവിതമല്ലേ, എപ്പോഴാ എന്തൊക്കെ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. എന്റെ പൊന്നേ. അല്ല, അതായത് ഞാൻ നോർമൽ, അതിന് വേറെ അർത്ഥമൊന്നുമില്ല സാധാരണ. അല്ല, ഞാൻ പറഞ്ഞത് ഒരു പാർട്ട്ണർ വരുമ്പോ അവരുടെയും താല്പര്യം കൂടെ നോക്കിയിട്ടായിരിക്കും എന്ന്. പക്ഷെ എന്നാലും നമുക്കിങ്ങനെ അതിപ്പോ എല്ലാവർക്കും ഓരോ പ്ലാൻസ് ഉണ്ടാവില്ല. ഇത്ര വയസ്സിൽ ഇത്. പിന്നെ എനിക്കൊന്ന് സിനിമ ഇങ്ങനത്തെ ഫീൽഡുകളിലൊക്കെ നമുക്ക് അങ്ങനെ ഒരു നമ്മുടെ പ്ലാനിങ് അനുസരിച്ചല്ല ഒന്നും. സത്യം അല്ലെ? നമുക്ക്
ഓരോ കാര്യങ്ങളും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ കയ്യിലെ കാര്യങ്ങൾ സിനിമയിലൂടെ സോറി എന്താടാ പെട്ടെന്ന് എന്തോ ഒരു സ്വാഭാവികം പറഞ്ഞു. ഓക്കെ, സിനിമയിലൂടെ ആർഷ നേടിയിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്താണ്? ചിലർക്ക് ഫെയിം ആയിരിക്കാം, ചിലർക്ക് നമ്മൾ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കുന്നു എന്നുള്ളതായിരിക്കാം, അല്ലെ മറ്റെന്തെങ്കിലും ആയിരിക്കാം. എന്തായിരിക്കും ആർഷ നേടിയതെന്ന ആർഷ കരുതുന്ന ഒരു കാര്യം? നമ്മൾ ആഗ്രഹിച്ച ഒരു സ്പേസിൽ നമ്മൾ നിൽക്കുന്നു, അത് ഏറ്റവും വലിയൊരു കാര്യമല്ല. നമ്മള് ചെറുപ്പം തൊട്ടേ, എനിക്ക് ഹൈസ്കൂളൊക്കെ തൊട്ടേ എൻ്റെ ആഗ്രഹം ഫിലിം ആക്ടർ ആവണം എന്നായിരുന്നു. അപ്പം അത് ആ ജോലി ചെയ്യാൻ പറ്റുന്നു, അതിലെത്തി ആ ജോലി ചെയ്യുമ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ആർഷ വാങ്ങിച്ചിട്ടുള്ള ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും? ഫോൺ വാങ്ങി, കാറ് വാങ്ങിച്ചു. ഏത് കാറ്? സ്ലാവിയ സ്കോഡർ. അത് ശരി. സ്വന്തമായിട്ടുള്ള പൈസയിൽ വീട്ടുകാരെയൊക്കെ ഭയങ്കര മറ്റേ പ്രൗഡ് ഫീൽ കൊടുത്തുകൊണ്ട് വാങ്ങിച്ച ഒരു സാധനമാണോ? അത് ശരി ആണ്. ഈ എന്താ പറയാ, നമ്മളൊരു സാധനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഇങ്ങനെ ഭയങ്കര മാസങ്ങൾ നീണ്ട റിസർച്ചുകളൊക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ സിനിമ സെലക്ഷൻ പോലെയായിരുന്നു. ഒരു മാസം ഓർക്കില്ല കാര്യം നമ്മൾ ഈ അന്വേഷിച്ച് തുടങ്ങുമ്പോഴാണ്, നമ്മൾ ഓരോ ഷോറൂമിൽ കയറുമ്പോഴും നമുക്ക് അവരും നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോഴും പിന്നെ ഓരോ കാറുകൾ കാണുമ്പോൾ നമുക്ക് ഇതെടുക്കാന്നൊക്കെ തോന്നും. നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു സാധനം ആയിരിക്കില്ല നമ്മൾ ആക്ച്വലി അവസാനം വന്ന് എത്തുന്നത്. അത് ശരിയാണ്. അപ്പൊ അതൊരു എനിക്ക് സത്യം പറഞ്ഞാൽ പ്രാന്ത് പിടിക്കുന്ന പോലെയായിരുന്നു ശരിക്കും. ഞാനും അച്ഛനും ഇങ്ങനെ 2024 ഡിസംബറിൽ നമ്മള് ഉച്ച കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങും, ഓരോ ഷോറൂമിലോട്ട് പോകും. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ ദിവസം ഓരോരോ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു. പിന്നെ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. എനിക്ക് സെഡാൻ ആയിരുന്നു വേണ്ടത്. അപ്പൊ അതിന് പിന്നെ കറങ്ങി തിരിഞ്ഞ് കറക്റ്റ് ആണോ? ഈ ഒരു ഇതിലേക്ക് എത്താനായിട്ട് എന്തൊക്കെ മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നേ? ഇപ്പൊ നമ്മൾ വിചാരിക്കില്ലേ, ഇപ്പൊ ഞാനൊരു കാറ് വാങ്ങിക്കുമ്പോ എനിക്ക് നല്ല മൈലേജ് ഉള്ള കാറ് വേണം, എനിക്ക് SUV വേണം, ഇങ്ങനെയൊക്കെയുള്ള പല പല ആഗ്രഹങ്ങളായിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു ആർഷയുടെ മനസ്സിലുണ്ടായിരുന്നു? അതായിരുന്നു മെയിൻ ആയിട്ട് എനിക്ക്. അത്രേ ഉള്ളൂ? അല്ല, ഞാൻ പറഞ്ഞില്ല, എനിക്ക് കാറുകളെ പറ്റിയൊക്കെ ഒരു ഐഡിയ ഉണ്ട് പൊതുവെ. എനിക്ക് ഇഷ്ടമാണ്, ഞാൻ ശ്രദ്ധിക്കാറൊക്കെ ഉണ്ട്. ഓരോരുത്തർ കാറുമായി അതിന്റെ ഡിസ്കഷൻസിലൊക്കെ ഏർപ്പെടാറൊക്കെ ഉണ്ട്. എനിക്ക് എന്തൊക്കെയായിരുന്നു എന്റെ മാനദണ്ഡം? ഇതായിരുന്നു മെയിൻ ആയിട്ട്. സെഡാൻ വേണമെന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആ ഒരു ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോ ഉള്ളൊരു സംഭവം ആണ്. എന്നിട്ട് ആ വണ്ടി ഡ്രൈവ് ചെയ്ത് എവിടം വരെ പോയിട്ടുണ്ട്? മാക്സിമോ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തിട്ട്. വേണ്ട, കൂട്ടായി സംഘമായി ഡ്രൈവ് ചെയ്തോ? കുഴപ്പമില്ല. ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? ഒരു കുറെ കിലോമീറ്റേഴ്സ് പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മള് ചെന്നൈ പോയെന്ന് പറയും, നമ്മൾ ബാംഗ്ലൂർ പോയെന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ ഗോവയ്ക്ക് പോയെന്ന് പറയും. അങ്ങനെ എവിടെയെങ്കിലും കോയമ്പത്തൂർ പോയി. സന്തോഷം തന്നെയാണോ? ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തിട്ട്. ആണോ? ഒറ്റയ്ക്കല്ല, കൂടുതൽ ആൾക്കാരുണ്ട്. ഞാൻ തന്നെ ഇരുന്ന്. ആണല്ലേ? ഇനി നമുക്ക് സ്ലാവിയ ഓടിക്കാൻ ആണല്ലേ? ഓക്കെ, നമ്മളിനി വീണ്ടും സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിനിണങ്ങി നമുക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ ചെയ്യുന്നു, ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്നു. ഒരാദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന അതേ എക്സൈറ്റ്മെന്റ് സന്തോഷമൊക്കെ തന്നെയാണോ ഇപ്പോഴും കിട്ടാറുള്ളത്? അതോ പുതിയതായിട്ട് എന്തെങ്കിലും ആർഷ കണ്ടെത്തിയോ? ഇങ്ങനെ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്റെ ഒരു എന്താ ലൈവ്ലിഹുഡാണ് എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയോ? ഇതാണ് എന്റെ കരിയർ, ഇതാണ് എന്റെ ലൈഫ് എന്ന് സെറ്റ് ചെയ്യുന്ന സ്റ്റേജിലേക്ക് എത്തിയോ? അല്ല, അത് ആദ്യമേ ഉണ്ടായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞ അത് നല്ല കാര്യമാണ്. അങ്ങനെ ഒരു ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാവേണ്ടത് നല്ലത്. ഞാൻ പറഞ്ഞ നമ്മള് നേരത്തെ നമ്മള് ആക്ടർ ആവണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്ത് ഓഡീഷൻസ് ഒക്കെ കൊടുത്ത് അങ്ങനെയല്ലേ വന്നത്. അപ്പൊ അത് തന്നെയായിരുന്നു ആഗ്രഹം. അപ്പൊ ഇപ്പൊ പിന്നെ എക്സൈറ്റ്മെന്റിനേക്കാൾ പറയുന്ന പോലെ റെസ്പോൺസിബിലിറ്റി കുറച്ച് കൂടുതലല്ല നമുക്ക്. കാര്യം ഇപ്പം കൂടുതൽ പടങ്ങൾ ചെയ്യുന്തോറും നമുക്ക് ഇപ്പം ആൾക്കാർ നമ്മളെ നോട്ടീസ് ചെയ്യുന്ന കൂടുന്തോറും നമുക്ക് ക്രിറ്റിസിസംസ് വരുമല്ലോ. നമ്മൾ എന്ത് ചെറിയൊരു കാര്യം ചെയ്താൽ അതിനകത്ത് അഭിപ്രായങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വളരെ കെയർഫുൾ ആണ് പണ്ടത്തെക്കാൾ. ഓഫ് കോഴ്സ് അത് ഇപ്പൊ അങ്ങനെ തന്നെയാണ്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെച്ച് നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഈ തുടരും സിനിമയിൽ അഭിനയിച്ചപ്പോൾ വളരെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിച്ചു. ഇപ്പൊ പ്ലൂട്ടോയിലേക്ക് വന്നപ്പോഴത്തേക്കും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുറെ താരങ്ങളുടെ കൂടെയാണ്. ഇവര് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്തെങ്കിലും ആർഷയ്ക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ?
ഈ ഒരു യങ് വൈബിലേക്ക് വരുമ്പോഴും വളരെ Young vibe ലെജൻഡറി ലേക്ക് വൈബിലേക്ക് വരുമ്പോ, ചെല്ലുമ്പോഴും യങ് വൈബിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ ഒരേ വൈബാണല്ലോ, നമ്മൾ ഒരുമിച്ച് വൈബ് ചെയ്യുന്ന പരിപാടിയാണല്ലോ. അങ്ങനെയൊക്കെയാണ് നിങ്ങൾ വൈബ് ചെയ്യാറുള്ളത്? ഏയ് ചുമ്മാ ഫൺ പറഞ്ഞ് സെറ്റിൽ ഇരിക്കും, അങ്ങനെയൊക്കെ തന്നെയാണ്. ആണ് അല്ലാതെ മറ്റു Comedy പരിപാടി ഒക്കെ അല്ല, അതൊക്കെ തന്നെയല്ലേ സാറിന് സെറ്റില്. എന്താ നമ്മുടെ പ്ലൂട്ടോ ഒരു ഫൺ പടമാണ്, അപ്പൊ അതിന്റെ ഒരു മൂഡ് വൈബൊക്കെ അങ്ങനെയാണ് സെറ്റിലും എല്ലാം. ഇത്രയും കാലം അഭിനയിച്ചാല് ആർഷയ്ക്ക് മൈൻഡിനോട് ഭയങ്കര അടുത്ത് നിൽക്കുന്ന ഒരു ആക്ടർ ആരായിരിക്കും കൂടെ അഭിനയിച്ചത്? കൂടെ അഭിനയിച്ചത് ഷറഫുദ്ദീൻ ചേട്ടൻ. ആണോ? എന്താണ് അപ്പൊ അദ്ദേഹത്തില് ആർഷ കണ്ട ഒരു ഒരു പ്രത്യേകത? നമ്മൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ ഒരു സെയിം വൈബ് ഉള്ളതല്ലേ, അങ്ങനെ എന്താണ് ആർഷയ്ക്ക് തോന്നിയത്? വൈബ് തോന്നിയിട്ടുണ്ട്, പിന്നെ എനിക്ക് ഇഷ്ടമാണ്, നല്ല ചേട്ടനാ. ഒരു നടിയാരാ വിളിച്ചാൽ നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും, അങ്ങനെ ഭയങ്കര ആവശ്യമൊന്നും വന്നിട്ടില്ല, പക്ഷെ എന്നാ പോലും നമുക്ക് അറിയാലോ, നമുക്ക് പുള്ളീനെ വിളിച്ച് ചോദിക്കാം എന്നുള്ളൊരു ചിന്തയുണ്ട്. അങ്ങനെ നടിയാണെങ്കിൽ നിവിൻ ചേട്ടനും നല്ലായിരുന്നു, നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ്. വളരെ ഫൺ കോസ്റ്റാർ ആയിരുന്നു, ഭയങ്കര. ഷറഫുദ്ദീൻ ചേട്ടനും അങ്ങനെ തന്നെ, ഭയങ്കര സെറ്റിൽ ഒരു ഫൺ വൈബ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു നിവിൻ ചേട്ടനും കൂടെ. ഈ ബോസാൻകോ ഇറങ്ങിയതിനു ശേഷം ഒത്തിരി ക്രിറ്റിസിസം ഒക്കെ നേരിട്ടപ്പോഴത്തേക്കും വിഷമം തോന്നിയോ? എന്തായിരുന്നു ആ സമയത്ത് നമ്മൾ സ്വയം മനസ്സിനെ സമാധാനിപ്പിച്ചത് എങ്ങനെയായിരുന്നു? കാരണം നമ്മൾ ഇത്രയും ശ്രദ്ധിച്ചെടുക്കുന്ന സിനിമയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അതിനെ പരാജയപ്പെട്ടത്? അതൊരു പരാജയമാണെന്ന് എല്ലാവരും സമ്മതിച്ചൊരു സിനിമയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അതെന്തായിരിക്കും? അല്ലടാ സത്യം, ഞാൻ വെറുതെ ഒരു എക്സ്പ്രഷൻ അങ്ങനെ ആവുമ്പത്തേക്കും ചായ തീർന്നു. വെള്ളം കുടിപ്പിക്കുക. അതെ, അല്ല ആ സമയത്ത് നമ്മൾ ഇത്രയും ശ്രദ്ധിച്ചൊക്കെ എടുത്തിട്ട് എവിടെയാണ് പാളിപ്പോയതെന്ന് തോന്നിയോ? അയ്യോ, അതിപ്പോ സിനിമ ഞാൻ ഈ പറയുന്ന പോലെ നമ്മൾ ഓരോ സിനിമയും എടുക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഭയങ്കരമായി ഹിറ്റ് ആവണം, അങ്ങനെ തന്നെയാണ്. പക്ഷെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരു സിനിമ പരാജയപ്പെടുന്ന ആ സിനിമയുടെ കുഴപ്പം തന്നെ ആവണം, അത് ഇറങ്ങുന്ന സമയത്തിന്റെ ആവാം, അങ്ങനെ പല റീസൺസ് ഉണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ ഇതെന്തായാലും ഇത് കലക്കും എന്ന് ചിന്തിച്ചിട്ടല്ല. നമ്മളെല്ലാം ഒരു 50-50 തന്നെയാണ് എപ്പോഴും മൈൻഡ് നിൽക്കുന്നത്. അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും ഇല്ല. നമുക്കറിയാം, നമ്മൾ പിന്നെ നമുക്ക് വരുന്ന ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ബെസ്റ്റ് നമ്മൾ എടുക്കാനേ എനിക്ക് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു റിസൾട്ടിൽ അങ്ങനെ ഒരു വലിയ വിഷമം അങ്ങനെയൊന്നുമില്ല. നമ്മൾ എപ്പോഴും പ്രിപ്പയർഡ് ആണ് എല്ലാ കാര്യങ്ങൾക്കും. ഇതിൽ തന്നെയാണ് എന്റെ ചിന്ത, അല്ലെ നമ്മൾ സിനിമയെ പറ്റിയിട്ട് തന്നെ അല്ലെ ആലോചിക്കുന്ന, എപ്പോഴും നല്ല സിനിമകൾ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം. അപ്പൊ അതിലൊക്കെ വളരെ പ്രിപ്പയർഡ് ആണ് ഞാൻ. അങ്ങനെ സിനിമയല്ലേ, എന്താ. പക്ഷെ അപ്പൊ ആ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോ എന്തായിരുന്നു ഒരു വെരി ഹാപ്പി. ഞങ്ങള് 2.5 മാസം നമ്മള് ദുബായില് UAE-ലായിരുന്നു എല്ലാവരും. അപ്പൊ വളരെ രസകരമായി ഭയങ്കര എൻജോയ് ചെയ്തു. നമ്മൾ ഡെസേർട്ടിലൊക്കെ ഒരുപാട് ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു, അതൊക്കെ ഭയങ്കര രസമായിരുന്നു ശരിക്കും. നമ്മൾ ആക്ടേഴ്സ് ഒരു 5-6 പേരായിരുന്നു, അല്ലാതെ മെയിൻ ആയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു നമ്മൾ ഡെസേർട്ടിലൊക്കെ. അപ്പൊ നമ്മൾ അങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്തൊരു പടമാണ്. അതൊരു കോമഡി പടമാണല്ലോ, അപ്പൊ ആ ഒരു വൈബായിരുന്നു മൊത്തം. സോ എന്താ ക്വസ്റ്റ്യൻ? അല്ല, എന്താ ആ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോ ഉണ്ടായ ഒരു വ്യൂവർ പെർസ്പെക്റ്റീവ് എന്തായിരുന്നു എന്നുള്ളത്? അല്ല, അതിപ്പോ എന്റെ സിനിമയല്ലേ, അപ്പൊ അതിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ല. അങ്ങനെ നമ്മൾ ചെയ്ത പടമല്ലേ, നമുക്കറിയാലോ ആ സിനിമയിലെ എന്താണ് നമ്മളൊക്കെ ചെയ്ത സീൻസ് ആണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നോക്കൊണ്ട് ആണ്. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സിനിമ ഒരു സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കാനായിട്ട് ആർഷ സ്വയമാണോ തിരഞ്ഞെടുക്കാറുള്ളത്, അതോ വീട്ടുകാരൊക്കെ ഇടപെടാറുണ്ടോ? ഞാൻ ചേട്ടനോട് ചോദിക്കും, ചേട്ടനോട് ഞാൻ ഒപ്പീനിയൻ ചോദിക്കും, കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഒപ്പീനിയൻ ചോദിക്കും. പിന്നെ എൻ്റെ ഏതെങ്കിലും ക്ലോസ് ഫ്രണ്ട്സിനോട് അപ്പോഴത്തെ ഒരു അവസ്ഥ പോലെ നമുക്ക് വളരെ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ അവരോട് ചോദിക്കും. അങ്ങനെ അല്ലാതെ എല്ലാം തീരുമാനം ഡിസിഷൻ എന്റെ തന്നെയാണ് വരുന്നത്. ഇനി എന്താ ആർഷയുടെ ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? നല്ല സിനിമകൾ ചെയ്യുക. ഇപ്പൊ ഞാൻ ഞാൻ ചെറുപ്പം തൊട്ടേ ഡാൻസ് പഠിക്കുന്നതാണ്, ക്ലാസിക്കലി ട്രെയിൻഡ് ആണ്. സ്കൂളിലും ഒക്കെ ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ട് അത്ര ക്ലാസ്സസിനൊന്നും പോകുന്നു, പ്രോഗ്രാംസ് ഒന്നും ചെയ്യുന്നൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ റീസെന്റ് ഞാൻ കുച്ചിപ്പുടിയില് ഫോക്കസ് ചെയ്തിട്ട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോ അതെന്റെ വളരെ വർഷങ്ങളായിട്ടുള്ളൊരു ആഗ്രഹമാണ്. അപ്പൊ അതിപ്പോ നടക്കുന്നുണ്ട്. അപ്പൊ അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട് എനിക്ക്. ഇത് ഫാമിലി വൈസ് സിനിമയിലൂടെ കിട്ടുന്ന കാര്യങ്ങൾ എങ്ങനെ വിനിയോഗിക്കണം അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? അതായത് നമുക്ക് കിട്ടുന്ന ഏർണിങ്സ്, നമ്മൾ അച്ഛന്റെ ഒരു ആഗ്രഹമുണ്ട്, അത് നടത്തി കൊടുക്കണം, അല്ലെങ്കിൽ അമ്മയ്ക്ക് മറ്റൊരു ആഗ്രഹമുണ്ട്, ചേട്ടൻ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അമ്മയുടെയും
കുറെ ആഗ്രഹങ്ങള്. അവർ പക്ഷെ ആഗ്രഹം ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്റെ ആഗ്രഹങ്ങള് അവരെയും കൊണ്ട് ചെയ്യിപ്പിക്കണമെന്നുണ്ട്. അമ്പടാ എന്ന് വെച്ചാ എന്താ? അങ്ങനെ നമുക്ക് ഉണ്ടാവല്ലേ, അവർക്ക് നമുക്ക് അത് ചെയ്തു കൊടുക്കണം. അങ്ങനെ അതാ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞ എന്റെ ആഗ്രഹങ്ങൾ അവരിലൂടെ നടത്തിയെടുക്കണം എന്നാണ് എന്റെ അതങ്ങനെയാന്ന് തോന്നുന്നല്ലേ പറഞ്ഞത്, തെറ്റിപ്പോട്ടോ. ഞാൻ പറഞ്ഞത് അവര് ഇപ്പം അവരെ എവിടെയെങ്കിലും കൊണ്ടുപോകണം, അങ്ങനെ അവർക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം. ആണ്. അപ്പോ എന്താ പറയാ, ആഗ്രഹങ്ങൾ സിനിമയിൽ നിൽക്കുക എന്നുള്ളത്, നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക എന്നുള്ളത്, ചെയ്യുന്ന കഥാപാത്രങ്ങൾ ആളുകൾ ശ്രദ്ധിക്കപ്പെടുക എന്നുള്ളത്, അതുപോലെ മികച്ച വിജയങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ. ആർഷയിലും അങ്ങനെയുള്ള എന്താ പറയാ, ഞാൻ അല്പം വൈകിയാലും നല്ല കഥാപാത്രങ്ങൾക്ക് വേണ്ടി ക്ഷമയോടുകൂടി കാത്തിരിക്കാമെന്ന് പറയുന്നൊരു മനസ്സുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം ആർഷ ആൾക്കാരെ ഇപ്പോഴും ഓർത്തിരിക്കുന്നതും ശ്രദ്ധിക്കുന്നതും. ആർഷ ചെയ്യുന്ന ഇപ്പൊ ആർഷ എന്നും സ്ക്രീനിൽ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്നും സ്ക്രീനിൽ കാണുന്നില്ല. പക്ഷെ എപ്പോഴും നമ്മൾ ആലോചിക്കുന്നുണ്ട്, എപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ നല്ല കഥാപാത്രങ്ങൾ ഇനിയും ആർഷയിലേക്ക് എത്തട്ടെ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഈ ഓണം യൂറോപ്പിൽ ആഘോഷിച്ചാലോ? ഓഗസ്റ്റ് 20, 23, 24 തീയതികളിലായി ഫ്രാൻസ്, UK, ബെൽജിയം, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ, ഇറ്റലി, വത്തിക്കാൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഒരു ഗംഭീര യൂറോപ്യൻ യാത്ര. യൂറോപ്പ് ഓണം പൊന്നോണം.